ഹലോ എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായിട്ട് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു വാക്കാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നുള്ളതൊക്കെ. ഈ AIന്റെ ആവശ്യകതകൾ നമ്മുടെ സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപകാരപ്പെടും എന്നതിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ AI ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനായ ChatGPT, Meta AI അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ടൊക്കെ നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം, എങ്ങനെ അതിന്റെ ഉപകാരങ്ങൾ നമുക്ക് കിട്ടും എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഗൂഗിൾ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന് ആൻസർ കിട്ടിയത്. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ AI ഈസ് ദ ബെസ്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ChatGPT അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നമ്മൾ ഡെയിലി 2-3 പ്രാവശ്യമെങ്കിലും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാവും എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ ഗൂഗിളിന് പകരം ഡെയിലി നമ്മളൊരു 5-6 പ്രാവശ്യം ഈ AIയുടെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആയിപ്പോകും. അപ്പോൾ നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം എന്നാണ്. അപ്പോൾ ആ AIന്റെ കൂടെ നമ്മളും കുറച്ചെങ്കിലും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ AI എന്താണ്, ChatGPT എന്താണ്, Meta AI എന്താണ്, അതൊക്കെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇപ്പം ഈ AI ലോകത്ത് ഇപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വന്ന ChatGPT എന്ന ആപ്ലിക്കേഷൻ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ്, അതിന്റെ യൂസ് നമുക്ക് കിട്ടുന്നവരാണ്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് ChatGPT എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഉപയോഗം എന്നോ ഒന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ബേസിക് ലെവൽ ജസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ ഉപയോഗം എങ്ങനെ നമുക്ക് കിട്ടും എന്നതിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും. എന്നിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പോൾ ChatGPT നോക്കാൻ അങ്ങനെയല്ല. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം നമുക്ക് തരും. നമുക്ക് അത് തൃപ്തിയായില്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ChatGPTയോട് പറഞ്ഞാൽ അത് അതിന്റെ പോലെ അപ്ഡേറ്റ് ചെയ്ത് തരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉത്തരം തരും. അതാണ് ഇതിന്റെ ഒരു ഉപയോഗം. ആദ്യം തന്നെ ChatGPT നമ്മുടെ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ChatGPT ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാംസങ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിൽ നമ്മൾ ആ സെർച്ച് ബാറിൽ പോയിട്ട് ജസ്റ്റ് ChatGPT എന്ന് സെർച്ച് ചെയ്യുക. അതിൽ കാണാം ഒരു റൗണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ലോഗോ വെച്ചിട്ട് OpenAI എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഈ ChatGPT ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ChatGPT OpenAI എന്ന് കാണാം. അതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ ഓപ്പൺ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ChatGPTയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അതിൽ കുറച്ച് പോളിസി കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതാണ് ChatGPT എന്ന്. ഇതിൽ കണ്ടോ സൈൻ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലുണ്ട് സൈൻ അപ്പ് ഉണ്ട്, ലോഗിൻ ഉണ്ട്, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്. എനിക്ക് ഓൾറെഡി ഒരു ഗൂഗിൾ ജിമെയിൽ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് പുതിയത് ഒരു യൂസർ നെയിം ഇതൊക്കെ വെച്ച് കൊടുത്തുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ക്രെഡൻഷ്യൽ ഉണ്ടാക്കാം. അതല്ല നമുക്ക് ജിമെയിൽ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഓപ്പൺ ആയ ജിമെയിൽ വെച്ചിട്ട് സൈൻ ചെയ്താൽ മതിയെങ്കിൽ ജസ്റ്റ് അതിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ChatGPTയുടെ ആ ഒരു UI സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് യു, ക്രിയേറ്റ് ഇമേജ്, മേക്ക് എ പ്ലാൻ, സമ്മറൈസ് ടെക്സ്റ്റ്, കോഡ്, മോർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്. ഏതാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് എന്താ വേണ്ടെന്നുള്ള ChatGPTന്റെ അടുത്ത് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ തന്നെ ChatGPT നമുക്ക് തരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ 2 ദിവസം ലീവായി പനി കാരണം. അപ്പോൾ ടീച്ചർക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കണം, അങ്ങനെ പനി ആയിരുന്നു, 2 ദിവസം ലീവായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില സ്കൂളൊക്കെ ഇംഗ്ലീഷിൽ അയക്കണം നിർബന്ധമാവും. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് പഠിക്കാൻ കുറവുള്ളവരുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് GPTയോട് ചോദിച്ചാൽ മതി. പ്ലീസ് ഗിവ് മീ എ ലീവ് റിക്വസ്റ്റ് ടു മൈ സൺസ് സ്കൂൾ ടീച്ചർ that he was on leave 2 days due to fever. ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ChatGPT കണ്ടോ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഡിയർ ടീച്ചർ നെയിം അല്ലെങ്കിൽ ഡിയർ ടീച്ചർ എന്ന് കൊടുക്കുക. ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ഫൈൻഡ് യൂസ്ഫുൾ, അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അതിൽ കുട്ടിയുടെ പേര് ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, മെയിലാണെങ്കിൽ മെയിലായിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഇത്രയും വേണ്ട, ജസ്റ്റ് സിമ്പിൾ ആയി കൊടുക്കുന്നുണ്ടെങ്കിൽ ChatGPT പ്ലീസ് മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ GPT അത് ഷോർട്ട് ആക്കി തരും. കേട്ടോ ജസ്റ്റ് ഒരു 2 ലൈനിൽ ഒതുക്കി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ചെയ്യാം. നമ്മൾ ജസ്റ്റ് ആ മെസ്സേജ്, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു മെസ്സേജ് എടുത്തിട്ട് ആ മെസ്സേജ് കോപ്പി ചെയ്തിട്ട് നേരെ GPTയിൽ പോവാം. ജസ്റ്റ് അത് അവിടെ പേസ്റ്റ് ചെയ്യാം.
എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് പ്ലീസ് ട്രാൻസ്ലേറ്റ് ടു മലയാളം അടിച്ചിട്ടുണ്ടെങ്കിൽ GPT ആ മെസ്സേജ് എന്താണെന്ന് നമുക്ക് ശരിക്കും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചത്. ഇതെനിക്ക് ജസ്റ്റ് ഏറ്റുന്ന മെസ്സേജാണ്. അപ്പൊ നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കുന്നത് അത് മലയാളത്തിൽ കൺവേർട്ട് ആയിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ്. നേരെ തിരിച്ചും ചെയ്യും. നമുക്ക് ഒരു മലയാളം എസ്സേ അല്ലെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിൽക്കാം. അപ്പൊ അതിന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മലയാളം എടുത്തിട്ട് നേരെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് പറയാം പ്ലീസ് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുത്താൽ കറക്റ്റ് ഇംഗ്ലീഷിലാക്കി തരും. ഏത് ലാംഗ്വേജിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്തത്, അറബിക്, ഹിന്ദി, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്തത്. ഭയങ്കര ഈസി അല്ലത്. അപ്പൊ ചിലരൊക്കെ നമ്മൾ ബാങ്കിൽ നിന്നോ അങ്ങനെ എവിടെന്നിലേക്ക് മെസ്സേജ് വരും, എന്താണ് ഏതെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നതാണ്. അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ChatGPT പേസ്റ്റ് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ടു മലയാളം കൊടുത്താൽ കറക്റ്റ് അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ജസ്റ്റ് നമ്മൾ പ്രവാസി സുഹൃത്തുക്കളൊക്കെ കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അവര് നാട്ടിൽ വരും, ഒരു മാസം ലീവിന് വരും. അപ്പൊ എന്തെങ്കിലും എമർജൻസി കൊണ്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം കൂടി ലീവ് നീട്ടേണ്ടി വരും. പക്ഷെ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. കാരണം HR അല്ലെങ്കിൽ ബോസ് ഇംഗ്ലീഷ് മാത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാവാം. അറബിക്ക് അവര് ഫ്ലുവന്റ് ആവും, പക്ഷെ ഇംഗ്ലീഷിൽ ചിലപ്പം അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു മെയിൽ അയക്കണം. ഇങ്ങനെ കമ്പനി ഹെഡിന് ഒരു മെയിൽ അല്ലെങ്കിൽ കമ്പനി HR ഒരു മെയിൽ അയക്കണം. ഇങ്ങനെ ഫാമിലി എമർജൻസി കൊണ്ട് എനിക്ക് 10 ദിവസം കൂടി ലീവ് നീട്ടിത്തരണം എന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ആ മെയില് നടക്കുമ്പോൾ കമ്പനികൾക്ക് അയക്കുമ്പോൾ കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ അയക്കണം നമുക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് പരിജ്ഞാനം കുറവുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ വേറെ ആളുടെ സഹായം തേടിയിട്ടൊക്കെയാണ് ഇത് അധികം അയക്കല്. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ChatGPT. ജസ്റ്റ് നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ChatGPTയോട് ചോദിക്കാം. അതല്ലെങ്കിൽ മലയാളത്തിലെ ഇത് ചോദിച്ചിട്ട് ChatGPTയോട് ചോദിക്കാം അങ്ങനെ തരുമോന്ന്. ആ മാറ്റർ മലയാളത്തിൽ തരും, അതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. അപ്പൊ അതെങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ChatGPTയോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. എന്റെ ലീവ് 10 ദിവസത്തേക്ക് നീട്ടി തരുവാൻ എന്റെ ബോസിന് ഒരു ഇമെയിൽ അയക്കണം. ഫാമിലി എമർജൻസി കാരണം ലീവ് നീട്ടി നൽകുവാൻ അപേക്ഷിക്കണം. നല്ലൊരു പ്രൊഫഷണൽ ഇമെയിൽ നൽകുമോ? നമുക്ക് അയച്ചു നോക്കാം. കണ്ടില്ല, നമ്മൾ മലയാളത്തിൽ ചോദിച്ചപ്പോഴും കറക്റ്റ് ഇംഗ്ലീഷിലാക്കിയിട്ട് അത് ടൈപ്പ് ചെയ്ത് തന്നു. കണ്ടില്ല, സബ്ജക്ട് മെയിൽ സബ്ജക്ട് ആണ് റിക്വസ്റ്റ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ലീവ്. ഡിയർ ബോസ് പറഞ്ഞിട്ട് ബോസ് ആണെങ്കിൽ ബോസ് HR ആണ് കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും. പിന്നെ അതിന് മീനിങ് എന്താ അറിയണമെങ്കിൽ നമുക്ക് പ്ലീസ് കൺവേർട്ട് ടു മലയാളം എന്ന് കൊടുത്താൽ മതി.
10 days ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ഇത്രയും വലുതാക്കി വേണ്ട, ജസ്റ്റ് ഷോർട്ട് ആക്കണമെങ്കിൽ മേക്ക് ഇറ്റ് ഷോർട്ട്. അപ്പൊ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഉണ്ടോ, ചെറിയ കണ്ടന്റ് ആയിരുന്നു. നമുക്കൊന്ന് മനസ്സിലാവണം അത് എന്താണ് അയക്കണമെന്നുള്ളത്. അപ്പോ please translate this to Malayalam. ഉണ്ടോ, എന്താണ് മലയാളത്തില് പക്കായിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ആ ഇംഗ്ലീഷിലുള്ള എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്. ഇവിടെ ജസ്റ്റ് ഇതോടെ കോപ്പി അടിക്കുക, സെലക്ട് ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ടെക്സ്റ്റ് ആ ഒരു സെക്ഷൻ മാത്രം ജസ്റ്റ് കോപ്പി അടിക്കുക. നമുക്ക് മെയിലിൽ പോവാ, അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് പോവാ, പേസ്റ്റ് അടിക്കുക, സെൻഡ് ചെയ്യുക. എത്രയാണ് നമുക്ക് മെയില് അല്ലെങ്കിൽ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കൽ എങ്ങനെയെന്നുള്ളത്. ഇനിയിപ്പോ ഇത് ഒന്നുമല്ല, നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പൊ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളില് പോയിട്ട് കൊടൈക്കനാലിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ചോദിക്കും എന്തെന്ന് ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ കുറെ ഓപ്ഷൻസ് നോക്കി നമ്മൾ അതിന് സെലക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് ChatGPT ജസ്റ്റ് ചോദിച്ചു നോക്കാം, ഞാൻ കൊടൈക്കനാലിലേക്ക് നാളെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ട്രിപ്പ് പ്ലാൻ തയ്യാറാക്കി തരാൻ പറഞ്ഞാല് ജസ്റ്റ് ChatGPT എങ്ങനെ തരുന്നു നോക്കാം നമുക്ക്. ഓക്കെ, മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും മതി. ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് please provide me trip plan to Kodaikanal. കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇവിടെ here is a 3-day trip plan to Kodaikanal for day 1, day 2, day 3. അപ്പൊ ജസ്റ്റ് ഞാന് 1 day ആണെന്ന് ഞാൻ പ്ലാനിങ് ഉണ്ടോ അവിടെ ഒരു ഡിഫോൾട്ട് ആയിട്ട് തരും. പിന്നെ നമുക്ക് നമ്മളിതനുസരിച്ച് മാറ്റാം. അപ്പൊ ഐ ആം പ്ലാനിങ് ഫോർ 1 day ട്രിപ്പ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ 1 ഡേക്കുള്ള പ്ലാനൊക്കെ റെഡി ആക്കിയിട്ട് GPT തരും. ഉണ്ടോ, അതായത് കൊടൈക്കനാൽ ഏർലി മോർണിംഗ്, പിന്നെ വിസിറ്റ് കൊടൈക്കനാൽ ലേക്ക് ഫസ്റ്റ്, പിന്നെ അങ്ങനെ ഓരോന്നായിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പിന്നെ ആഫ്റ്റർനൂൺ മോർണിംഗ് സെഷൻ, ആഫ്റ്റർനൂണ് കോക്കസ് വാക്ക്, പില്ലർ റോക്സ് ആണ്, ഈവനിങ് സിൽവർ കാസ്കേഡ് ഫോൾസ്, പിന്നെ ബാക്കി കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഇതില് ഗുണാക്കേവ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഗുണാക്കേവ് എന്ന് കൊടുക്കുക. സ്മൈലി അറിയാതെ ഒന്നാണ് കണ്ടില്ല. അപ്പൊ ഗുണാക്കേവും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്. അപ്പൊ അവിടെ ആ മുന്നേ കോക്കസ് വാക്കിന് പകരം ഇവിടെ ഗുണാക്കേവ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ 1 ഡേക്ക് പറ്റിയ ഈവനിങ്ങൾക്ക് കോക്കസ് വാക്കിന് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നമ്മള് പറഞ്ഞത് മറ്റെന്താ വെച്ചാല് നമുക്ക് അറിയില്ല ബെസ്റ്റ് പ്ലേസസ് കൊടൈക്കനാലില് ഉള്ളതിന് 5-6 പ്ലേസ് കൊണ്ട് കാണിച്ചിരുന്നു. അപ്പൊ ആദ്യം ഏതാ പോണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതിന് കറക്റ്റ് ഓർഡർ, ടൈമിങ്, ഇപ്പൊ രാവിലെ പോകാൻ ബെസ്റ്റ്, ഈവനിങ് പോകാൻ ബെസ്റ്റ്, ഉച്ചക്ക് ഇതാ ബെസ്റ്റ്. ഇനി ലഞ്ച് സ്പോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ച് സ്പോട്ടൊക്കെ ഇതിൽ കാണിച്ചത്.
അപ്പോ പ്ലീസ് സജസ്റ്റ് മീ lunch spot ജസ്റ്റ് കേരള സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കേരള സ്റ്റൈൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? ഒരുപാട് കഫേയുടെ പേരുണ്ട്. അപ്പോ ജസ്റ്റ് അതും ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ നമ്മൾ ഗൂഗിളില് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കാണും. ഇതിൽ ഒറ്റ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് തന്നെ കിട്ടും. കറക്റ്റ് ആൻസർ നമ്മൾ എന്താണോ വേണ്ടത് ഇത് കറക്റ്റ് ആക്കിയിട്ട് കിട്ടും. ഇപ്പൊ നമ്മള് ChatGPT ഉപയോഗങ്ങള് നമ്മള് ലീവ് റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ നമ്മള് എന്താ ട്രിപ്പ് പ്ലാന് കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെ ആണ് നോക്കിയത്. ഇനി നമ്മള് ജസ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫില് നമുക്ക് ഒരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കും, ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മള് ഗൂഗിളില് സെർച്ച് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബില് അതിന് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യും. ഇങ്ങനെ കണ്ട് ടൈം പോകും. നമുക്ക് ക്വിക്കായിട്ട് തന്നെ അതിന്റെ ഇത് കിട്ടണം. ഇപ്പൊ ജസ്റ്റ് ChatGPT ചോദിക്കാം ഹൈദരാബാദി ബിരിയാണി മേക്കിംഗ്, ജസ്റ്റ് അത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്, എങ്ങനെയാണ് അത് ആഡ് ചെയ്യേണ്ടത്, കേട്ടോ? ഓരോ സ്റ്റെപ്പായിട്ട് ഫോർ കുക്കിംഗ് അങ്ങനെ കാര്യങ്ങൾ കണ്ടോ? വെറൈറ്റി. ഇനിയിപ്പോ അതൊന്നല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മോമോസ് മേക്കിംഗ്, ജസ്റ്റ് മോമോസ് മേക്കിംഗ് അടിച്ചാല് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടുണ്ട്. അപ്പൊ ഓരോ സ്റ്റെപ്പ് നമ്മൾ വീഡിയോ കണ്ട് അത്രയും ടൈം ഉണ്ടാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നോക്കിയിട്ട് നമുക്ക് 1 by 1 സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് മേക്കിംഗ് എ ബിരിയാണി, കേരള ബിരിയാണി, ജസ്റ്റ് ചോദിച്ചു നോക്കണം. കണ്ടില്ല, ഇവിടെ ബസ്മതി റൈസ് 2 കപ്പ്, 4 കപ്പ് വാട്ടർ, ഒരു സിന്നമൺ ചിക്കൻ, അങ്ങനെ ഓരോന്നായിട്ട് ഡീപ്പായിട്ട് കണ്ടോ പിന്നെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യും. ഇനിയിപ്പോ അത് നമുക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ടു മലയാളം കൊടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ എത്രയും പെട്ടെന്ന് കേരള ബിരിയാണി ഉണ്ടാക്കുന്ന ഇതാ ഒരു എളുപ്പമാർഗം വന്നിട്ട് പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പക്ക മലയാളത്തില് വേണ്ടില്ല. അത്രയും ഹെൽപ്ഫുൾ ആണ് നമുക്കിത് നമ്മുടെ ഡെയിലി ലൈഫില്. ഇനി നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് മാറും നമ്മുടെ AI രംഗം എന്നുള്ളത്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വോയിസിൽ തന്നെ പറഞ്ഞാല് അതിനുള്ള ആൻസറും ChatGPT തരും. ജസ്റ്റ് നമുക്കൊന്ന് വോയിസ് ട്രൈ ചെയ്ത് നോക്കാം. അതിനിവിടെ ChatGPTയിലാണ്, ഇവിടെ കണ്ടാൽ അറിയാം ഒരു വോയിസ് റെക്കോർഡ്, വാട്സാപ്പിലുള്ള പോലെ തന്നെ വോയിസ് റെക്കോർഡിങ്ങിന്റെ ഒരു ബട്ടൺ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് നമ്മൾ ചോദിക്കുക എന്തെന്ന്, ഹായ് GPT, എന്റെ വെക്കേഷൻ ലീവ് ഒരു 10 days എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ബോസിന് ഒരു റിക്വസ്റ്റ് ഇമെയിൽ അയക്കണം. അതിനുള്ള ഒരു പ്രൊഫഷണൽ ഇമെയിൽ എനിക്ക് തരും. ഡ്യൂ ടു ഫാമിലി എമർജൻസി ആയിട്ടാണ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഞാൻ ആ പറഞ്ഞത് ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ആയി. മലയാളത്തിലാണ് സാധാരണ വരാണ്ട്, എന്റെ സ്ലാങ് കൊണ്ട് എന്തോന്നും അറിയില്ല, തമിഴിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള റീപ്ലൈ കിട്ടി. എനിക്ക് പ്രൊഫഷണൽ ഇമെയിൽ അയച്ചിരുന്ന അത് GPT തന്നിട്ടുണ്ട്. ആണോ, റിക്വസ്റ്റ് ഫോർ ലീവ് ഡ്യൂ ടു ഫാമിലി എമർജൻസി എന്ന് പറഞ്ഞിട്ട്. ആണോ, അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഒന്നുകൂടി ചോദിക്കാം. എന്ത്, കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഇത് നമ്മളൊരു വോയിസ് ആയിട്ട് ചോദിക്കാം. അതിന്റെ റീപ്ലൈ എന്താ GPT തന്നെ നോക്കാം. ഹായ് GPT, ഞാൻ 2 days കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ട്രിപ്പ് പ്ലാന് തരാമോ, ഇൻക്ലൂഡിങ് ലഞ്ച്, ഡിന്നർ, സ്റ്റേ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാന് തരാൻ പറ്റുമോ? ആ ബ്ലൂ ഇതില് കാണിച്ചു, സ്റ്റോപ്പ് എന്നുള്ള ഇതില് കാണിച്ചിട്ട് കണ്ടോ, ജസ്റ്റ് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് അപ്പാവും. അതിനുള്ള റീപ്ലൈ ഇപ്പോൾ വരുന്നതാണ്. കണ്ടോ, അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് ജസ്റ്റ് വോയിസ് ആയിട്ട് ഇതില് ഇട്ടാൽ തന്നെ അതിനുള്ള റീപ്ലൈ ആയിട്ട് GPT നല്ല പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഇടുന്നു. മുന്നേ പറഞ്ഞ പോലെ ബിരിയാണി മേക്കിങ്ങോ ഇനി വേറെ എന്ത് വെറൈറ്റി മേക്കിംഗ് ആണെങ്കിലും ഇതിൽ ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് ചോദിച്ചാൽ GPT നന്നായിട്ട് അതിനുള്ള റീപ്ലൈ തരും. അത് ഇംഗ്ലീഷിൽ തന്നത് നമുക്ക് മലയാളത്തിൽ കൺവേർട്ട് ചെയ്തെങ്കിൽ ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇത്രയും നേരം നമ്മള് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതിനുള്ള ആൻസർ തരാം, വോയിസ് നമ്മള് ചോദിച്ചിട്ട് അതിനുള്ള ആൻസർ തരിക, അങ്ങനെ പറഞ്ഞു. ഇനി നമുക്ക് ഈ GPT കൊണ്ട് നമുക്ക് പോസ്റ്റർ ക്രിയേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ന്യൂ ഇയർ പോസ്റ്റർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പോസ്റ്റർ. നമ്മളിങ്ങനെ ഓരോ ഗുഡ് മോർണിംഗ് അവിടെ നിന്നുള്ള വെറൈറ്റി ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോരുത്തർ ഗുഡ് മോർണിംഗിൽ ഇങ്ങനെ അയക്കല്ലേ. ഡെയിലി മോർണിംഗ് നമുക്ക് ഇത് വെച്ചിട്ട് ഗുഡ് മോർണിംഗ് പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഇടാം. അപ്പൊ നമ്മളതായ ഓൺ ഗുഡ് മോർണിംഗ് പോസ്റ്റോ അതിലൊരു വെറൈറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞല്ലോ, അപ്പൊ ന്യൂ ഇയർ വിഷ് ചെയ്യുന്ന ഒരു പോസ്റ്റ് വേണം. ക്രിയേറ്റ് എ ന്യൂ ഇയർ പോസ്റ്റർ ഫോർ മൈ കമ്പനി. The company name is ABCD എന്ന് കൊടുത്തിട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ChatGPT. അപ്പൊ നമ്മളൊക്കെ ഒരു ഇമേജ് എഡിറ്റ് ചെയ്ത് അത് ഇതൊരു പോസ്റ്റാക്കി മാറ്റണമെന്ന് ഒരുപാട് ടൈം എടുക്കും, അത്ര എഫേർട്ട് എടുക്കും. അപ്പൊ ChatGPTയോട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കണ്ടോ. അപ്പൊ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് GPTനോട് ചോദിക്കാം. നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഇതിപ്പോ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് GPTനെ ഒന്ന് ഹായ് GPT എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സുഖിപ്പിച്ചാല് നല്ല നല്ല ഔട്ട്പുട്ട് ആയിരിക്കും തരാം. ക്രിയേറ്റ് എ ഗുഡ് മോർണിംഗ് ഇമേജ് വിത്ത് എ മൗണ്ടെയിൻ, sun
ആൻഡ് ലേക്ക്. ഒരു മലയും പിന്നെ സൂര്യന് ഒരു തടാകമൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് പോസ്റ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് അത് തരാനുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ സമയം, അതാണ് അത് നമ്മളോട് ചോദിക്കുന്നത്. കണ്ടില്ല പോസ്റ്റർ ജസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഗുഡ് മോർണിംഗ് മെൻഷൻ ചെയ്തില്ല. നമ്മൾ ചോദിച്ചത് ഗുഡ് മോർണിംഗ് പോസ്റ്റർ ആണ്, രാവിലത്തെ പോസ്റ്റർ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ജസ്റ്റ് എന്ത് ചെയ്യാം, പ്ലീസ് റൈറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് ദിസ്. ഇപ്പൊ കണ്ടില്ലേ GPT ഇവിടെ ഒരു ഗുഡ് മോർണിംഗിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. കണ്ടോ, വെറൈറ്റി ആയിട്ട്. അപ്പൊ നമ്മള് ഡെയിലി ഗുഡ് മോർണിംഗ് ഒരു ഇമേജ് ഒക്കെ അയക്കുന്നവരാണെങ്കിൽ അവിടെയും ഇവിടെയും പോയി ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഡെയിലി ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. കുറച്ച് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പ്രീമിയം വേർഷൻ ഒക്കെ ഉണ്ട്. അതെടുത്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇതുപോലെ നമുക്ക് എന്ത് പോസ്റ്റർ വേണമെങ്കിലും, ഇപ്പൊ നമ്മൾ സേവ് ഡേറ്റിന്റെ ഒരു ഫോട്ടോ പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത് പേരും ഡീറ്റെയിൽസും കൊടുത്താൽ അത് ക്രിയേറ്റ് ചെയ്തത്. അതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ഫുട്ബോൾ മാച്ചിന്റെ, ഒരു ക്ലബിന്റെ ഫുട്ബോൾ മാച്ചിന്റെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ പോസ്റ്റർ, അല്ലെങ്കിൽ ഹാപ്പി ഓണം, ഹാപ്പി വിഷു, അല്ലെങ്കിൽ മെരി ക്രിസ്മസ്, അങ്ങനത്തെ എന്ത് പോസ്റ്റർ ആണോ ആ കണ്ടന്റ് ടെക്സ്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് ആക്കി കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ടായിട്ട് ChatGPT തരുന്നതാണ്. അപ്പൊ എത്രയോ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്ററൊക്കെ വെറും സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്കത് തരുന്നത്. അപ്പൊ അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ നമ്മള് ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മളും ചെറിയ രീതിയിൽ അതിന്റെ കൂടെ പോയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. ഇന്നത്തെ കാലത്ത് നമ്മൾ AI എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും അതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ മുന്നെയൊക്കെ നമ്മൾ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാര് അവര് ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതാണ്, സാക്ഷരതയില്ലാത്ത ആൾക്കാര്. അപ്പൊ ആ ഒരു ഫീലായിരിക്കും നമുക്ക് വരിക, ആ ഒരു അനുഭവമായിട്ട് നമുക്ക് വരിക. നമ്മൾ AI പറ്റി പഠിക്കാനും അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി എന്താണ്, എങ്ങനെയാണ്, അത് വലിയ ലെവലിലൊന്നുമല്ല. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഇടയിൽ നമ്മൾ കുറഞ്ഞവരായിരിക്കും. അപ്പോ നിർബന്ധമായി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. AI ആപ്ലിക്കേഷനായ ChatGPT കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ChatGPT എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകം തന്നെയാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങാം, എങ്ങനെയാണ് അതിന്റെ ഉപയോഗിക്കേണ്ട രീതി എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ ലേറ്റസ്റ്റ് ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിടും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ
മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.